കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ പ്രഭാതം കാണുവാൻ നമുക്ക് സാധിച്ചത്. നമുക്കറിയാം, പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അതുപോലെ ദൈവമക്കളുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകുന്ന പാലാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. നമുക്ക് മുമ്പേ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓട്ടം തികച്ച ക്രൈസ്തവ ഭക്തന്മാർ തങ്ങളുടെ മാർവോടണച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, ഇന്നും ലോകത്തിന് പ്രകാശമായി കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ലോകത്തിന്റെ വെളിച്ചമായവനെ നമുക്ക് കാട്ടിത്തരുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, ഈ ലോകത്തിന്റെ ദുർഘട മേടുകളെ തരണം ചെയ്യുവാൻ നമുക്ക് കരുത്തു പകരുന്നത് ഉയരത്തിൽ നിന്നുള്ള മന്നയാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന. ഈ മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം ഒരു തീപ്പൊരി മാത്രം എന്നുള്ളതാണ്. ചിന്താവിഷയം ഒരു തീപ്പൊരി മാത്രം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം, അതിന്റെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നശീകരണ ശേഷിയുള്ള അവയവമാണ് നമ്മുടെ നാവ്. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏത് നശീകരണ ആയുധത്തെക്കാളും മാരകമായതാണ് നാം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിയെ പോലും ആക്രമിച്ച് തകർക്കുവാൻ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് സാധിക്കും. വാക്കുകളുടെ മൂർച്ചയിൽ എത്രയോ വ്യക്തികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. വാക്കുകളുടെ മൂർച്ചയിൽ എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് നാവിനെ ഒരു തീയായിട്ടാണ് തിരുവചനം ചിത്രീകരിച്ചിരിക്കുന്നത്. വാക്കുകളുടെ ശക്തി അവർണ്ണനീയമാണ്. നമുക്കറിയാം, കുന്തമന പോലെ കൂർത്ത വാക്കുകളുണ്ട്, കുളിർ തെന്നൽ പോലെ ആശ്വാസവാക്കുകളുമുണ്ട്, കയ്പ് നിറഞ്ഞ വാക്കുകളും മധുരിക്കുന്ന വാക്കുകളുമുണ്ട്. വാക്കുകളിൽ തന്നെ തേനും വാളുമുണ്ട്. ഇന്ന് പല ഭവനങ്ങളിലും നടക്കുന്ന ഉൾപ്പോരികൾക്ക് കാരണം എന്താണ്? പല കുടുംബങ്ങളിലും സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താണ്? നാം പറഞ്ഞ വിമർശന വാക്കുകൾ, അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞ കഠിന വാക്കുകൾ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുവാനുള്ള കഴിവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ തളർത്തുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കും. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? വളരെ പ്രധാനപ്പെട്ട വാചകം പറഞ്ഞത്. നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ വളർത്തുവാനും മറ്റുള്ളവരെ തളർത്തുവാനും സാധിക്കും. തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 18:21. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനും മരണവും തീരുമാനിക്കുന്നത് നമ്മുടെ നാവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങൾ 34:13. സങ്കീർത്തനങ്ങൾ 34:13. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, നാം ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാവ്. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം? 141-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 141:3. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന
എത്ര വിലപ്പെട്ടതാണ്. കർത്താവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. 19-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യത്തില് വളരെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതായിരിക്കട്ടെ ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ പ്രാർത്ഥന പുറത്തേക്ക് വരട്ടെ. എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ചിന്തകൾ എന്റെ കർത്താവിന് ഏറ്റവും പ്രസാദകരമായിരിക്കാൻ തക്കവണ്ണം എന്നെ ഇത് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നാം തീരുമാനമെടുക്കുന്നുവെങ്കിൽ അതിൽ പരം ദൈവം സന്തോഷിക്കുന്ന വേറൊരു കാര്യമില്ല. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ഏറ്റവും വലിയ കാടിനെ പോലും കത്തിക്കുവാൻ കുറഞ്ഞ തീക്ക് സാധിക്കുന്നത് പോലെ നാവ് കൊണ്ട് നാം പറയുന്ന വാക്കുകൾക്ക് വലിയ വിപ്ലവങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കർത്താവിന് ഏറ്റവും പ്രസാദമുള്ളതായിരിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം നല്ല പ്രതിഷ്ഠയോടും നല്ല തീരുമാനത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. പത്തനംതിട്ട സഭയിലെ മിസസ് ഷീല വിക്ടറിന്റെ ജന്മദിനമാണ്. അതുപോലെ തന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും ജന്മദിനമായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ നാവ് ഒരു വലിയ തീയാണെന്നും അടിയങ്ങളുടെ അധരദ്വാരം അവിടുന്ന് കാക്കണമെന്നും കർത്താവെ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങൾക്കും കാരണം അടിയങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണല്ലോ. അതുകൊണ്ട് ഈ നാളുകളിൽ തന്നെ നിയന്ത്രിക്കുവാൻ, കർത്താവിന് പ്രസാദകരമായി സംസാരിക്കുവാൻ, ചിന്തിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ. ഈ വിശുദ്ധ ദിവസം കർത്താവെ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മക്കളുടെ ജീവിതങ്ങളിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാൻ, നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും മറ്റു പ്രയാസങ്ങളാലും ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ കർത്താവ് ആശ്വാസം നൽകണമേ. ഏത് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും ഇന്ന് അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്റെ കർത്താവ് പരിഹാരം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജന്മദിനമുള്ള പ്രിയ ഷീല ടീച്ചർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയമാളെ, കർത്താവ് അനുഗ്രഹിക്കണമേ. പുതിയ വർഷം സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും ധാരാളമായിട്ട് നൽകി അവിടുന്ന് മാനിക്കണമേ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.